ധർമ്മമന്ത്രമായി ആവേശക്കൊടി പാറുന്നേ ആമോദത്തിരയുതിരുന്നേ ആവേശക്കൊടി പാറുന്നേ ആമോദത്തിരയുതിരുന്നേ ധാർമ്മിക വിപ്ലവ പോരാട്ടത്തിൻ വീര്യവുമേന്തീതാ യുവത്വം നിലപാട് പറയുന്ന പ്രമേയമിൽ ചേർന്നതാ ആ ഫാഷിസത്തിൻ നമ്പുകളേറ്റ് ഇന്ത്യ മരിക്കുമ്പോൾ പ്രതിരോധത്തിൻ രോഷമൊലിത്ത് വരുന്നൊരു സംഗമിതാ ആദർശ സംസ്കാര രംഗങ്ങളിൽ മുന്നേറ്റ പാത കടന്ന സംഘം വൈജ്ഞാന വിപ്ലവ ഭൂമികയിൽ മാതൃക കാട്ടിയ ധീരസംഘം പുതുകാല പ്രതീക്ഷകളാൽ ഉയരും സംഘം നെഞ്ചുറപ്പിന്നൂർജവുമായി ടീം ഒലിവില പുതുകാല പ്രതീക്ഷകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയെ പിളർത്താൻ ശ്രമിക്കുന്നവരോട് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ താക്കീത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിൽ ഇടപെട്ടാൽ അധികപ്പറ്റാകും. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. ചില കമന്റോളികളുണ്ട്, അവരുടെ ഉദ്ദേശം അവർക്കെതിരെയാണ് ഈ പറയുന്നതെന്ന് തോന്നിയാൽ അതാരും കേൾക്കാതെ പോകണം എന്നാണ് അവരുടെ ഉദ്ദേശം. അതുപോലെ ചില ആളുകളുണ്ട്, തമ്പുനൈലിൽ എന്താണോ എഴുതിയത് ആ എഴുതിയ എഴുത്ത് മാത്രം നോക്കി കമന്റ് വിടുന്നവർ, അതുപോലെ ഫോണിൽ വിളിച്ചും വാട്സപ്പിലൂടെയും തെറി പറയുന്നവർ. തമ്പുനൈലിൽ ഒരു വിഷയം കൊടുക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണമാണ് വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. എല്ലാ വിഷയവും തമ്പുനൈലിൽ കൊടുത്താൽ പിന്നെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തമ്പുനൈലിൽ കൊടുത്തിരിക്കുന്നതിന്റെ വിശദീകരണം എന്താണെന്നറിയണമെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അതിനുള്ള ക്ഷമ കാണിക്കാതെ വീഡിയോ ചെയ്യുന്നവരെ തെറി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മാനവ സഞ്ചാരം എപി സമസ്തക്കെതിരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന ഒരു തമ്പുനൈൽ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു. ആ തമ്പുനൈലിൽ ചില കാര്യങ്ങൾ വിട്ടു അത് വീഡിയോയിലൂടെ ഞാൻ പൂരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പൂരിപ്പിച്ച ഭാഗം കേൾക്കാതെ തെറി പറയാനും പരിഹസിക്കാനും വേണ്ടിയാണ് അവര് വരുന്നത്. നിങ്ങൾക്ക് യാഥാർത്ഥ്യമൊന്നും അറിയണ്ട, തെറി പറയണം, കുറെ മോശപ്പെട്ട കമന്റുകൾ എഴുതി വിടണം എന്നാണെങ്കിൽ ആയിക്കോളൂ, അതിന് വിരോധമില്ല. ചില ആളുകൾ പറയുന്നത് വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണെന്നാണ്, അതിലൂടെ കുറെ പണം സമ്പാദിക്കണം എന്ന ആഗ്രഹമാണ്. അതിൽ ഒന്ന് പറഞ്ഞത് ശരിയാണ്, രണ്ടാമത്തേത് തെറ്റുമാണ്. ഇതുകൊണ്ട് പണം സമ്പാദിക്കണമെന്ന ഒരാഗ്രഹവുമില്ല. അതേ സ്ഥാനത്ത് പറയുന്ന വിഷയങ്ങൾ ഒരുപാട് ആളുകൾ കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തമ്പുനൈലിൽ പൂർത്തീകരിക്കുകയില്ല. അത് പൂർത്തീകരിക്കുന്നത് വീഡിയോയിലൂടെയാണ്. കാരണം തിന്മക്കെതിരെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചാളുകൾ മാത്രം കേട്ടാൽ പോരാ, അത് സത്യമാണ്. മാനവ സഞ്ചാരം എപി സമസ്തക്കെതിരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എതിരായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നതിന് ശേഷം അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗമുണ്ട്. ആ പൂരിപ്പിക്കേണ്ട ഭാഗം വീഡിയോയിൽ ഞാൻ പൂരിപ്പിച്ചിട്ടുമുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാനവ സഞ്ചാരത്തിനെതിരെയാണെന്നും എപി സമസ്തക്കെതിരെയാണെന്നും പ്രചരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐക്യപ്പെടാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അവർക്ക് ആ ചർച്ച ഇല്ലാതെയാക്കണം. രണ്ട് സമസ്തയും തമ്മിൽ ഒരിക്കലും ഐക്യപ്പെടരുത്, വിദ്വേഷത്തോടു കൂടി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ. ഒന്ന് വഹാബികളാണ്, രണ്ട് വഹാബി ലീഗുകാരാണ്, മൂന്ന് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വഹാബിയാണെന്ന് പ്രഖ്യാപിച്ച കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തുകാരാണ്. അവരുടെ നേതാവായ നൗഷാദാണ് ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഐക്യപ്പെടാനുള്ള ചർച്ചകൾ നടക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഐക്യപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന രൂപത്തിലാണ് അവൻ സംസാരിച്ചിട്ടുള്ളത്.
ഇതുപോലെയുള്ള ചില ഇത്തിക്കണ്ണികൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് ദുരാരോപണം പറഞ്ഞിരിക്കുന്നു എന്നൊരുപാട് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എതിരാണെന്ന് ഞാൻ വരുത്താൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും പച്ച നുണയാണ്. അവർ പൂർണ്ണമായി വീഡിയോ കേൾക്കാത്തവരുമാണ്. ഒരു കാര്യം കണ്ടാൽ അതിന്റെ പൂർണ്ണ ഭാഗവും കേൾക്കാതെ ഒരാളും ഒരഭിപ്രായവും പറയാൻ പാടില്ല. അത് അക്രമമാണ്. ഒരാളെ കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ആ തെറ്റിദ്ധാരണ നീക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ ആ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ഒരാളെയും ചീത്ത പറയാനോ തെറി പറയാനോ വരാൻ പാടില്ല. തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്ന ഒരു തരം വികാര ജീവികളാണ്. ദയവ് ചെയ്ത് അറിവിൻ പൂനിലാവിന്റെ പ്രേക്ഷകർ അത്തരത്തിലുള്ളവരാവല്ലേ എന്ന് ഓർമ്മപ്പെടുത്തി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, കേവലം വേദിയിൽ ഇരിക്കാൻ പോലുമുള്ള ആളുകളില്ലാത്ത ഒരു സംഘമാണ് കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തുകാർ. ഇന്നലെ വിളിച്ചു പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സലാം സുല്ലമിയുടെ പിൻഗാമിയാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വഹാബിയാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഞങ്ങൾ നിലക്ക് നിർത്തുമെന്നൊക്കെ പറഞ്ഞത്. ഇന്നലെ രാത്രി 8:30 മണിക്കാണ് അവർ ആ പ്രസ്താവന ഇറക്കിയത്. ഇന്ന് ഏകദേശം വൈകുന്നേരം 4 മണിയോടടുക്കുന്നു. എന്റെ തങ്ങന്മാരോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഒരു പ്രതികരണം നടത്താത്തത്? അതോ നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി 4 വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ സ്നേഹം കാരണം മാത്രമാണോ പാണക്കാട് തങ്ങന്മാരെ തൊട്ടുകളിച്ചാൽ ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് തങ്ങന്മാരാണെന്ന നിലക്കല്ലേ, രാഷ്ട്രീയ നേതാവാണെന്ന നിലക്കോ മാത്രമാണോ? തങ്ങന്മാരാണെന്ന നിലക്കാണ് അവരെ തൊട്ടുകളിക്കാൻ അനുവദിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയല്ലേ? 4 ആള് പോലും ഇല്ലാത്ത ഒരു പേച്ചവൻ പച്ചത്തോന്നിവാസം സയ്യിദുൽ ഉലമയുടെ പേരിൽ പറഞ്ഞിട്ട് എന്തേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു? സലാം സുല്ലമിയോട് ഉപമിച്ചതുകൊണ്ട് അതിനെ എതിർത്തു കഴിഞ്ഞാൽ വഹാബികളുടെ വോട്ട് ലീഗിന് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയമാണോ? അങ്ങനെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാരോടുള്ള യഥാർത്ഥ സ്നേഹമല്ല, രാഷ്ട്രീയ സ്നേഹമാണെന്ന് വിലയിരുത്തപ്പെടും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി 2 വിഭാഗം ആളുകളുടെ പ്രഭാഷണവും അതിനുശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ താക്കീതും നമുക്ക് കേൾക്കാം. നല്ല നസിഹത്തുകൾ പരസ്പരം ചെയ്യുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആഖിറത്തിലേക്കുള്ള ഒരു പാലാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ പാലത്തുമ്പോൾ കൂടിയാണ് നമ്മൾ അത് പോയി ആഖിറത്തിലെത്തേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഒപ്പം കൂടിയ ഒന്നും കിട്ടൂല ആർക്കും. അതെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ആൾ കൂടും വേണ്ടത്. ഇതിലാകെ നമുക്ക് ലഭിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദുആ ലഭിക്കപ്പെടും. അപ്പൊ ഉഖർവിയാവുന്നതായ ഗുണം വല്ലതും കാംക്ഷിച്ചുകൊണ്ട് മാത്രം കൂടാൻ പറ്റിയൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാതെ ഭൗതികമാവുന്ന താല്പര്യം, ആ ഒരു ഗുണമാണ് നമ്മളെ വിക്കായന്റെയും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വളണ്ടിയേഴ്സൊക്കെ, അവരെല്ലാം നമ്മൾ കാണപ്പെട്ടത്. ഇത്തരം ആളുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് പുതുതായി വന്ന കുറെ അവതാരങ്ങൾ സമത്തക്കാരായി ചമഞ്ഞിട്ട് പഴയ 89-ലെ ചരിത്രമൊന്നും അറിയാത്ത ഏർപ്പാട്, ആ രീതി ശരിയല്ല. അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറയാനാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇന്ന് വന്ന പോലെ ജാഗരൂകരാണെങ്കിൽ അവരെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് കഠിനാധ്വാനം ചെയ്ത് തലമുറകളായി ഈ പരിശുദ്ധമായ ദീനിനെ കൈമാറി വന്ന് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്തു വരാൻ പോകുന്ന തലമുറയിലേക്ക് നാം ഇതിനെ കൈമാറിക്കൊടുക്കണം. അത് കൈവിട്ടു പോകാൻ പാടില്ല. ഒരക്ഷരത്തിന് വ്യത്യാസമില്ലാതെ, ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ നമ്മൾ കൈമാറിക്കൊടുക്കണം. ഇത് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു വരെ സത്യം ഇവിടെ നിലനിൽക്കണം. അതിൽ ഭാഗവാക്കുകളാകുവാനും നമ്മളുടെ കഴിവിൻ്റെ പരമാധിപതി അതിൽ പങ്കാളികളാകുവാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുള്ള തടസ്സങ്ങൾ ഇവിടെ ആര് സൃഷ്ടിക്കുകയാണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കി മുന്നോട്ട് ഗമിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പാണക്കാട് സാദിഖലി ശിഹാബുകളല്ലാത്ത ബാക്കിയുള്ള കാളിമാരൊക്കെ മുജ്തഹിദീങ്ങളാണെന്നാണോ നിന്റെ വാദം? ഒരു കാര്യം മനസ്സിലാക്കണം, പാണക്കാട്ടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ അത് തീക്കളിയായിരിക്കും കേട്ടോ. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ നടുറോട്ടിലിറങ്ങും. പിടഞ്ഞു മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ പിടഞ്ഞു മരിക്കും. പരിശുദ്ധ ദീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു. പിന്നെ എപ്പോഴാ അതിന് വ്യത്യാസം ഉണ്ടായത്? ഈ വഹാബികൾ കടന്നു വന്നു. അവരിവിടെ കടന്നു വന്നിട്ട് എന്താ അവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം? ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ തൊപ്പും തലകെട്ടിട്ട ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ്, മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. ഇതവർ മായ്ച്ചു കളഞ്ഞു. അവർ സദസ്സ് പോയി എങ്ങനെ കാണുമോ? ആദ്യം അവരെടുത്ത് നമ്മളെ തലകെട്ടെടുത്ത് കളഞ്ഞു, തൊപ്പിയെടുത്ത് കളഞ്ഞു. ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ദുആന്റെ സദസ്സുകളുണ്ട് അവർക്ക്, അവരെടുത്ത് കളഞ്ഞു. എവിടെയെങ്കിലും മൗലിദിന്റെ സദസ്സുണ്ടോ? എടുത്തു കളഞ്ഞു. സിയാറത്തുകൾ ഉണ്ടോ? അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തു കളഞ്ഞു. തറാവീഹ് 20 റക്അത്തുള്ളത് 8 ആക്കി ചുരുക്കി. ഇങ്ങനെ ദീനിൽ കുറെ ചുരുക്കങ്ങൾ വരുത്തി എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ചത്? നവോത്ഥാനം എന്താ സ്ഥാപിച്ചത്? പിന്നെ ഇപ്പോ നടക്കുന്നു ആദർശ സമ്മേളനങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? വിദഈ പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് എതിരായതാണ് നമ്മൾ ആദർശം. എന്നാൽ ഈ ആദർശ സമ്മേളനത്തിൽ ഒരക്ഷരം മുജാഹിദിനോ ജമാഅത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദഈ പ്രസ്ഥാനത്തിനോ എതിരെ ഒരക്ഷരം ആരും പറഞ്ഞിട്ടില്ല. പാണക്കാട് തങ്ങന്മാരെ സമസ്തയുടെ പേരിൽ കുത്താനും ചവിട്ടാനും മേലിൽ നിലകൊണ്ടാൽ ആ നിലകൊള്ളുന്നവരാരോ അവരെ നിലക്ക് നിർത്തും ഞങ്ങൾ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. അവരെ നിലക്ക് നിർത്തും. ഇനി കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങളെ സ്വഭാവം. പോടെ നായിന്റെ മോനെ അന്തസ് വർക്കാത്തന്നെ, പോടെ നായിന്റെ മോനെ അന്തസ് വർക്കാത്തന്നെ. റബ്ബുൽ ആലമീനായ റബ്ബിന്റെ പൊരുത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്തിംദാദുൽ അബ്ദി റബ്ബഹു അല്ലെങ്കിൽ മിൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് മദദ് തേടിയും കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ മുഴുവനും അത് റബ്ബിനുള്ള ഇബാദത്തായി മാറുന്നു. നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നത് ഇബാദത്താണ്, ഖുർബത്താണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഖുർബത്താണ്. എന്തേ കാരണം? ഇതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്കൊരു ഉൾവിളിയുണ്ട്. പടച്ചവനെ, നിന്റെ ദീന് പഠിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീ ഇതൊക്കെ കബൂൽ ചെയ്യണേ, ഇതൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ എന്ന ഒരു ഉൾവിളി ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇബാദത്തായി മാറി. താൻ മുശാവറ മെമ്പർ ആവാനും യോഗ്യനല്ല എന്ന് ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ്. വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല, കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല. സമസ്തന്റെ കീഴിൽ നിൽക്കുമ്പോൾ സമസ്തയായിട്ട് അടിയുറച്ച് ആശയാദർശത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. അതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് പോകും. സമസ്തയുടെ ലക്ഷ്യവും അതുപോലെ തന്നെ സമസ്ത നമുക്ക് മുന്നിൽ വെക്കുന്നത് ആത്മീയമായിട്ടും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിധേയ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടുള്ള ഒരു ഫൈറ്റാണ്. നമ്മൾ 100% എല്ലാവരും സമസ്തയാവാൻ ശ്രമിക്കുക. ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. നമുക്ക് ആഖിറമാണ്. ജമാഅത്തിന് നമ്മൾ സുബൈക്കും അതുപോലെ തന്നെ മഗ്‌രിബിനൊക്കെ കുട്ടികൾ ചിലപ്പോൾ അസർക്ക് ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ജമാഅത്തിന് പള്ളികൾ ആളെ നമ്മൾ പരമാവധി പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ ആചാരം വാങ്ങിയിട്ടാണ് പടിയെടുക്കുന്നതെങ്കിൽ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയും. എങ്കിൽ ആ ആചാരം തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ സമാധാനത്തോടെ ഉറക്കുകയുള്ളൂ. ആദർശം അമാനത്താണ് എന്ന ഒരു ക്യാമ്പയിൻ ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. ബിദ്അത്തിന്റെ ഗൗരവം എന്താണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്നത് നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബിദ്അത്ത് എന്നാൽ എന്താണ്? സാങ്കേതികമായി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും എതിരായ വിധത്തിൽ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളാണ് ബിദ്അത്ത്. ഇഹ്ദാസു
അംറിൻ യുഹാദിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാൻ ഫഹാദിഹി ബിദ്അത്തുൽ ദലാൽ. മൗലികമായി വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിനോ പണ്ഡിതന്മാരുടെ ഇജ്മാഴിനോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ അസറുകൾക്കോ വിരുദ്ധമായ നിലയിൽ പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് ബിദ്അത്ത്. അത്തരം ബിദ്അത്തുകൾ ഒരാൾ ഉൾക്കൊണ്ടാൽ അത് അത്യന്തം അപകടകരമാണ്. നമുക്കറിയാം, നമുക്കിടയിലുള്ള ഇത്തരം വിവേകമില്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മളെ നേതാക്കന്മാർ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത്. നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തട്ടിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം ഇവിടെ വിഴപ്പോവുകയില്ല. ഭൂമിയിലെ മനുഷ്യന്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യന്, അവന് വഹീ മുഖേന ദിവ്യ സന്ദേശം കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ സ്വാഭാവികമായി അത് മുഖേന സ്ഥാപിതമാകുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശമാണ്. എന്തുകൊണ്ട്? ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് വഹീ കൊടുക്കാമെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് വഹിയല്ലാത്ത ദിവ്യബോധനവും കൊടുക്കാൻ പറ്റുമെന്നാകണം. ഇൽഹാം കൊടുക്കാൻ പറ്റണം. ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യർക്ക് മുഅ്ജിസത്ത് കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് കറാമത്ത് കൊടുക്കാനും അള്ളാഹുവിന് സാധിക്കണം. നമ്മളെ ഉമ്മർ ഫൈസിന്റെ ആ യോഗ്യത ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ ഉമ്മർ ഫൈസിന്റെ യോഗ്യത ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ലേ? എന്താണ് ഇപ്പൊ ഈ പറയുന്നത്? ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ അടുപ്പിന് 3 കല്ല. ഒന്ന് പാണക്കാട് കുടുംബം, മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വേറെ ഒന്ന് സമസ്ത. ഇത് 3ഉം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പുരോഗതികളൊക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. കേവലം ഉമ്മത്തിയത്ത വാദങ്ങൾ ഉന്നയിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ പാടില്ല, ആദർശ പ്രചരണങ്ങൾ പാടില്ല, ആദർശ സമ്മേളനങ്ങൾ പാടില്ല, ആദർശ പ്രഭാഷണങ്ങൾ പാടില്ല. അങ്ങനെയുള്ള വേദികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ പറയരുത്, മുജാഹിദിനെ പറയരുത്, വഹാബിസത്തെ പറയരുത് എന്ന് പറഞ്ഞ് ഉമ്മത്തിയത്ത് പഠിപ്പിക്കാൻ വരുന്നവരോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളും ചിന്തിക്കണം. നമ്മളെ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാണെങ്കിൽ, നമ്മൾ പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന ആത്മീയ വഴി, മഹാന്മാരുടെ വഴി, അതിന് തന്നെയായിരിക്കണം 1ാം സ്ഥാനം നൽകേണ്ടത്. അതിനപ്പുറത്ത് സകല വൃത്തികേടുകളും ചെയ്യുന്ന, വൃത്തികെട്ട വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ബിദ്അത്തുകാരോട് രാജിയായി പോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഞങ്ങൾ എടവണ്ണപ്പാറയിലെ ഒരു സമ്മേളനം നടത്തി. അന്നൊരു പ്രമേയവും എടുത്തു. ഉമ്മർ ഫൈസിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ പറഞ്ഞു, നടപടിയെടുക്കണമെന്ന്. പിറ്റേ ദിവസം ബന്ധമില്ലെന്നൊരു വാക്ക്, പിന്നീട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ്. ഇതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കുമെന്നോ അതിലങ്ങനെ ഞങ്ങളെ മയക്കി കിടത്താമെന്നോ കരുതരുത്. തീർച്ചയായിട്ടും നടപടി തന്നെ വേണം. എത്ര വലിയ സ്ഥാനന്മാര് ഇരുന്ന ആ വലിയ കസേരകളിലാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നത്. ഇനി ഇത് അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതരുത്. ഞങ്ങളും ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങിയാൽ ഉറക്കമില്ലാത്ത രാവുകൾ നിങ്ങൾക്കുണ്ടാവും. ഇത് ഒരു മുന്നറിയിപ്പായി തന്നെ നിങ്ങൾക്ക് കരുതാം. ആ കൈ ഞങ്ങൾ പിടിച്ചു കെട്ടും. നമ്മുടെ ഉസ്താദുമാരും കാരണവന്മാരും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൂടെ 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയത്. എന്തിനാണത്? മതബോധമുള്ള, ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന താല്പര്യത്തിലേക്ക് നമ്മുടെ സമുദായം മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പരിശുദ്ധമായ ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിന് പഠിച്ചുകൊണ്ട്, പരിശീലിച്ചുകൊണ്ട്, തർബിയത്ത് ലഭ്യമാക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിൽ തലമുറകൾ മാറി മാറി വന്നാലും നിലനിൽക്കണം എന്ന താല്പര്യത്തിന്റെ ഭാഗമാണ്. ആ തങ്ങളെ കോഴിക്കോട്ടുകാർക്കറിയാം.
ആ തങ്ങളെ നിയന്ത്രിക്കുന്ന OP അഷ്റഫുമാരെ അറിയാം. ഇനി ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഇതുപോലുള്ള പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തിയാൽ ഇനി കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന്. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുകയാണ്. കാരണം ചില ഇതുപോലുള്ളൊരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ്. ഒന്ന്, എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ മന്ത്രിച്ചു കൂടിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങളടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രിച്ചു ചോദിക്കലുണ്ട്. ഒന്നത്. എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിൻ്റെയൊക്കെ ഓതിയിട്ടുള്ളത്. അബുൽ ബുശ്ര പി കുഞ്ഞിമുസയ്ക്കും ഉസ്താദ് എന്നും എന്നെ പറ്റി പറയാത്തൊരു ദിവസമില്ല. എന്നോടല്ല, ആ നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും. കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും, എടാ നിങ്ങൾക്കാർക്കും ഇത് ഓതി തന്നാൽ മനസ്സിലാവില്ല, അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതുമ്പോൾ അത് തങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മാത്രമല്ല, മൂപ്പര് അന്ന് ചെല്ലിയ ഒരു വരി പദ്യമുണ്ട്. ഹസിബത്തു കഫി ദുനിയാ വ ഉഖ്റാ ദഖീറത്തി ലൗ ഹഖഖ റഹ്മാനു മാ കുൻത റാജിയ. അത് അവരിൻ്റെ അൽഫ്യമൽ മൂപ്പര് എഴുതി വെച്ചൊരു വരിയാണ്. ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കുന്നത്. ലൗ ഹഖഖ റഹ്മാനു മാ കുൻതു റാജിയ. ഞാൻ ആഗ്രഹിക്കണ ഒന്നിനെ അള്ളാഹു സഫലമാക്കി തരികയാണെങ്കിൽ ഞാൻ ആ വാക്ക്, ഉസ്താദിൻ്റെ ആ വാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കലും എൻ്റെ കൈ പിടിച്ചു നോക്കി, എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട്. കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട്. ഈ രേഖകളൊന്നും വെറുതെ അല്ല, ഇതിനൊക്കെ ചില ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ബുഖാരി ഓതുമ്പോഴൊക്കെ ചില ഹദീസുകൾ ഓതുമ്പോഴൊക്കെ അത് പറയലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും. അത് ഞാൻ ആലോചിച്ച് കരഞ്ഞു ഇന്നലെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരു ദുആ ഉണ്ട്, ബാറക്കല്ലാഹു ഫീ ഇൽമിക്ക്. ഞങ്ങൾ 2-3 ആളുകൾ അവരെ എടുത്ത് ചെന്നപ്പോഴേ, ഞങ്ങൾ അൽഫി ഓതുന്ന കാലത്താണ്, ഞങ്ങളോടൊക്കെ ചോദിച്ചു, ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, ഞാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സമ്മാനം തരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തരി കൈ വെച്ച് ബാറക്കല്ലാഹു ഫീ ഇൽമിക്ക എന്ന് പറഞ്ഞു. ആ ഇൽമിലുള്ള ബർക്കത്താണ്. അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയോടുള്ള ആ ബന്ധം, അത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് പോലെ ഞാൻ ഈ സിലബസിന് എതിരാണെന്ന് പറഞ്ഞ പലരുണ്ട്. ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയുന്ന പലരുണ്ട്. അന്ന് പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു. അത് ഷെയ്ഖുന അറിഞ്ഞതോടെ മുതൽ ഷെയ്ഖുന എന്താക്കിയെന്നറിയോ, അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് നേരിട്ടു. അന്ന് 19 ആളെ പുറത്താക്കി. ആ 19 ആളെ പുറത്താക്കിയെന്ന് ആദ്യം എൻ്റെ പേര്. പക്ഷെ എന്നെ മാത്രം ഷെയ്ഖുന തിരച്ചെടുത്തു. അതൊരു കൊല്ലത്തിൻ്റെ മധ്യത്തിലായിരുന്നത്. ഞാനവിടെ മുക്തസിൽ പഠിക്കുന്ന ഇടക്കാലത്ത് വെച്ച് 18 ആളെ പുറത്താക്കി. അതിനുള്ള അധികം ആളുകളൊന്നും ജമാഅത്തുകാരും മുജാഹിദീങ്ങളുമാണ്. ചുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നി ആശയത്തിലുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾവട്ടൂർ പോലുള്ള ചില ആളുകൾ, അവർ നമ്മളെ കൂടെയുള്ളത് അവർ സുന്നികളാണ്. അന്ന് എന്നെ മാത്രമാണ് ഷെയ്ഖുന തിരിച്ചെടുത്തത്. ആ തിരിച്ചെടുത്ത് ഞാൻ അവിടെ 2ാമത് ആ കൊല്ലം പൂർത്തിയാക്കി. പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയത്, അതൊക്കെ വലിയ കഥകളാണ്. അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടക്കണില്ല. അങ്ങനെ ഞാൻ ദൈവബന്ധു പോയി ഖാസിമി ബിരുദം എടുത്ത് വന്നപ്പോൾ എൻ്റെ വാപ്പാനോട് 2-3 പ്രാവശ്യം ഷെയ്ഖുന വളരെ വേദനയോടുകൂടി പറഞ്ഞു, നിങ്ങളെ മകനെ ഞാൻ മുത്തവല്ലിൽ 6 മാസം പേര് വിളിച്ചു, പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി ഷെയ്ഖുനാൻ്റെ വീട്ടിൽ എൻ്റെ മന്ദിരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ മൂപ്പരെടുത്ത് പോയി നന്നാവാതെ നിങ്ങളെ മുഖം തന്നെ എനിക്ക് കാണണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു. ഷെയ്ഖുന എന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു. 2ാമത് എന്നു അന്നും വാതിലടിച്ചു. 3ാമത് എന്നു അന്നും വാതിലടിച്ചു. 4ാമത് എന്നു അന്നും വാതിലടിച്ചു. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ്. 5ാമത്തെ പ്രാവശ്യം ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷെയ്ഖുന വാതിൽ തുറന്നു. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിക്കുന്നത്, നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരണത്, അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കിയെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി 4 പ്രാവശ്യങ്ങൾ വന്നല്ലോ, അപ്പം മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നന്നാവലിനാണ് വന്നത് എന്ന്. അപ്പം ഞാൻ ഷെയ്ഖുനാനോടൊരു വാക്ക് പറഞ്ഞു, ഷെയ്ഖുനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ വരണത് എന്നുള്ളത് നോക്കാൻ 4 വട്ടം എന്നെ നടത്തണ്ടല്ലോ, ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരെയെന്ന്. അതിൽ ഷെയ്ഖുന അവിടെ നിന്ന് എണീച്ചപ്പോൾ എനിക്ക് പേടിയായി, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്നോട് ചോദിച്ചു, എന്തെങ്കിലാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് തെറ്റി നിന്നിട്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ഷെയ്ഖുന ഒന്ന് ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെ പിന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒപ്പം സുഖത്ത് കൂട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? ഞാൻ പറഞ്ഞു, അന്ന് പട്ടിക്കാട് നിന്ന് ഒരു അബ്ദുൾ റസാഖിനെ പുറത്താക്കിയ ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രിസ്ത്യാനിനെ പുറത്താക്കിയ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇപ്പോൾ ഞാൻ വിവരിക്കണില്ല, അത് സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു.
അപ്പം നിങ്ങൾക്ക് എന്നെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഒരു വിശ്വാസം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പട്ടിക്കാട്ടിക്ക് പോരാണ് 2 കൊല്ലം അവിടെ വന്ന് നിൽക്കാം. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിങ്ങൾ ഇനി ദർശനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നന്ദിയിൽ ഞാൻ മുതലിസായി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ ദൈവബന്ധം എന്നുള്ള പിന്നെ സനദുകളും ഇജാസുകളൊക്കെയാണ് വലിച്ചെറിഞ്ഞാണ്, ഒക്കെ ഞാൻ പുതിയത് തരണ്ടെന്ന് പറഞ്ഞു. ഒക്കെ പുതിയത് തന്നു. ആ മൂപ്പര് എന്നെ വളർത്തിയതാണ്. എനിക്കറിയാം ഞാൻ എങ്ങനെ ഇവിടേക്ക് എത്തും എന്നുള്ളത്. ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പർ ആവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാനത് മെമ്പറാക്കും, നിങ്ങൾ ആ മൂസൻ്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് എടുത്തോളി എന്ന് പറഞ്ഞു. ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പോയിട്ടില്ല. ഞാനൊരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യംഗ്യമായിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കറിയാം എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയാൽ മതി, അത് എത്തേണ്ടിടത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഖദ്ഫ് പറയപ്പെട്ടപ്പോൾ അതിന് ആയിഷ ബീവി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് ആയത്ത് ഇറങ്ങിയപ്പോൾ ആയിഷ ബീവിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ റസൂലുള്ളാഹിൻ്റെ അടുത്ത് കണ്ട് ചെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ. അപ്പോൾ 37 പറഞ്ഞു എനിക്ക് ആരോടും കടപ്പാടില്ല, എനിക്ക് അള്ളാഹിനോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹു സുബ്ഹാനഹു വ തആലാനോടും ബഹുമാനപ്പെട്ട ശൈഖുനാനോടും മാത്രമാണ്. കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇൽമിൽ മഹാന്മാരെ ദുആ കൊണ്ടിട്ട് ബർക്കത്തുണ്ടായിട്ടുണ്ട്. അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ അവരെ മരണത്തിൻ്റെ ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്കും എന്നെ വിളിക്കപ്പെടലുണ്ട്. ചില സംഗതിക്കൊന്നും ഞാൻ പോകില്ല. ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അവരെ മേലൊരു ഫാത്തി ഓതലാണ്. അപ്പോൾ എനിക്ക് പോകണമെന്നോ പോകണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നും. പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലക്ക് എനിക്കൊരു വാഴത്ത് ഒരു താഴ്മത്തരം വരുന്ന സ്ഥലത്തേക്ക് ഷെയ്ഖുന എന്നെ പറഞ്ഞേക്കാനില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഷെയ്ഖുനാൻ്റെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമായിരിക്കും. ഇവിടെ ലോകത്താരും ഷെയ്ഖുനാൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോ എന്ന് പറഞ്ഞില്ല. എൻ്റെ ഗറോഫിൽ ആയിരക്കണക്കിന് ഫാത്തിഹകളാണ് ഷെയ്ഖുനാക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നും ഷെയ്ഖുനാൻ്റെ മേൽ ഫാത്തിഹ ഓതലുണ്ട്. അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അതിനൊരു പ്രതിപകാരം എന്നുള്ള നിലക്ക് മൂപ്പര നിയന്ത്രണത്തിലാണ് ഞാൻ ഇന്നുള്ളത്. അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഫൈദി സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്തം, അവർക്കുള്ള സ്നേഹം, അവരുടെ ആദരവ്, അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ എത്തേണ്ടടുത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഒരു വലിയതായൊരു സ്ഥാനമാണ് എന്നിലേക്ക് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. ഇത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടുകൂടി അതിനെ നടത്തിക്കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് എനിക്കുണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൻ്റെ അന്ന് പറഞ്ഞു ലഉഅതി അന്ന റായത റജുലൻ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, നാളെ കൊടി ഞാൻ കൊടുക്കും, ഈ യുദ്ധത്തിൻ്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. രാവിലെ എല്ലാ സഹാബത്തും വന്ന് ലൈനൊന്നും ചെയ്യും, എനിക്കാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു അയിന അലിയും, അലി എവിടെയോ? അപ്പോൾ മൂപ്പര് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കെയും തന്നാളി എന്നുള്ള ആൾക്ക്. റസൂൽ പറഞ്ഞു അത് പോരാ, ഓനെ പോയി വിളിച്ചുകൊണ്ടിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊടുന്നു. മൂപ്പരെ കണ്ണിൽ ചെങ്കണ്ണുണ്ടെന്ന് റസൂൽ തുപ്പി അതിനെ തടഞ്ഞു. അത് അപ്പം തന്നെ സുഖമായി അലി റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വം ഏൽപ്പിച്ചു. എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്നത് ഷെയ്ഖുനാനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരും. പലരോടും ചോദിച്ചാൽ അറിയാം, എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഷെയ്ഖുന അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്, ഷെയ്ഖുന അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സമസ്തൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, അതേ പറയാനുള്ളൂ. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്. ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത്. അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയലുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയേണ്ടത് കേരളത്തിൽ ഔലിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട്. ഇവരെ ഈ ദർജ എത്തിക്കണ ഒരു വലിയില്ല. ഇതൊന്നും എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കണം. ഇൽമിൽ ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖുനാൻ്റെ ഇൽമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലിം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊട്ടുണ്ടാവില്ല, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവരിവിടെ കാണിച്ചു തന്ന ഈ പാത ഉണ്ടല്ലോ, ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും. അതാണ് ഷെയ്ഖുന പറഞ്ഞത് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല. ആ പാതയിൽ കൂടി ഇതിനെ സഞ്ചരിപ്പിക്കുക, അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക, അത് നമുക്ക് കഴിയും, യാതൊരു സംശയമില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് അത് വലിയൊരു പ്രസ്ഥാനമായിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് താങ്ങും തണലും ആയിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടിനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാകുന്ന അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മളെ കയ്യിലേക്ക് വന്നാൽ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചതാണ്. ഇത് ആരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി. ഇതൊരു മഹത്തായ പദവി തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പം ഞാൻ സന്തോഷം കൊണ്ട് കരയലാണ് എനിക്കിപ്പോൾ വരേണ്ടത്. ഇപ്പോഴെന്നല്ല, ഇത് ഏറ്റെടുത്ത ആ സമയം മുതൽ എനിക്ക് എപ്പോഴും കരച്ചിലാണ് വരേണ്ടത്.
കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ, ഞാൻ ഒരു നിലക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു സ്ഥാനങ്ങളും, അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ജാനിബിൽ നിന്നുള്ള പ്രത്യേക തൗഫീഖും സഹായമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മശായിഖന്മാർക്കുള്ളതായ തെർബിയത്തും അവർക്കുള്ളതായ പ്രത്യേക മദതൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമില്ല. എല്ലാവരോടും പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിൻ്റെ പിന്നിൽ അണിനിരക്കുക, അത് വരച്ച് തന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല, ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല. ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത്, എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ശേഖനാനോട് നിങ്ങൾ ഒപ്പം സ്വർഗത്തിൽ കൂട്ടുകയാണ് നമുക്ക് ആവശ്യം. ഒപ്പം സ്വർഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാഹ്. സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരം, ഒരു ആദരവൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല, അത് കിട്ടുകയില്ല. ആ നിൽക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാഹ്. അവർ തന്നെ പറയലുണ്ട്, ഈ നികത്താനാവാത്ത നഷ്ടം ഒരിക്കലും ആരെ പറ്റിയും പറയരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം ഒരാൾ മരിച്ചാൽ പറയുന്നുണ്ടല്ലോ, മൂപ്പര് പറയല് എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടമില്ല, എല്ലാ നഷ്ടവും നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല. പക്ഷേ മഹാന്മാർ മുൻകഴിഞ്ഞതായ മരിച്ചുപോയ മഹാന്മാരെ പോലുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അവരെ മാരിക്ക് എല്ലാ നിലക്കും ആ നിലക്കുള്ളതായ തഫവ്വുഖ് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെ അവർ നടത്തിക്കൊണ്ടുപോയിരുന്ന സംഗതികളൊക്കെ ഇവിടെ നികത്തപ്പെടുക തന്നെ ചെയ്യും. അപ്പം നികത്താനാവാത്തൊരു നഷ്ടമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അതിനെ നിയന്ത്രിച്ചും കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളൊപ്പമുണ്ട്, യാതൊരു സംശയമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തനാവുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹിതമാവുന്ന പ്രസ്ഥാനത്തിനെ എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ.